ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര മരക്കൂട്ടം പിന്നിട്ടുവെന്ന ഏറ്റവും പുതിയ വിവരം നൽകുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ. അവിടേക്ക് ഇപ്പോൾ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ആ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. എല്ലായിടത്തും മകരജ്യോതി ദർശനത്തിനായി വലിയ തിരക്ക് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ഭക്തനും സ്വയം നിയന്ത്രിക്കണമെന്നാണ് ദേവസ്വത്തിന്റെ ഒരു അഭ്യർത്ഥന. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ജി ശ്രീജിത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരാളുടെ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ധൃതി മതിയാകും ഒരു വലിയ ആപത്തിലേക്കൊക്കെ പോകാൻ. പക്ഷെ ഇത്രയും ആളുകൾ വരുന്നയിടത്ത് ഒരേ മനസ്സോടെ സമാധാനപരമായി തൊഴുതു മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാധ്യമാകുന്നു, അത് സാധ്യമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സന്നിധാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. സന്നിധാനത്ത് വലിയ തിരക്കുണ്ട്. സജീവ് സി വാര്യറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സജീവ് സി വാര്യരും ജി ശ്രീജിത്തും ശബരിമലയിലുണ്ട്. ഇപ്പോൾ മരക്കൂട്ടം പിന്നിട്ടിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര എന്നുള്ളതാണ്. ദേവസ്വം അധികൃതർ ഇപ്പോൾ തിരുവാഭരണ യാത്രയെ സ്വീകരിക്കുന്നതിനായി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. 3 പേടകങ്ങളിലായി കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ്. ആ തിരുവാഭരണ ചാർത്തിയുള്ള ദീപാരാധന കാണാനായി കാത്തുനിൽക്കുന്ന ഭക്തരുണ്ട്. 12 മണി മുതൽ അങ്ങോട്ടേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല. ഇന്ന് അത്രത്തോളം നിയന്ത്രണമുള്ള ദിവസമാണ്. നിൽക്കുന്ന ഇടത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് പരമാവധി സുരക്ഷിതമായി നിന്നുകൊണ്ട് മകരജ്യോതി ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തനും, ഇപ്പോൾ ശബരിമലയിലുള്ള ഓരോ ഭക്തനും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ദേവസ്വവും സർക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭക്തനും സുരക്ഷിതമായി തൊഴുത് മലയിറങ്ങി മടങ്ങാനുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ശുദ്ധജലം മുതൽ അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സുരക്ഷ വരെയുള്ള കാര്യങ്ങൾ, അതെല്ലാം ഒന്നിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇത്തവണത്തെ മണ്ഡലകാലം ഇതുവരെയും നീങ്ങി എന്നുള്ളതാണ്. സജീവ് സി വാര്യർ ചേരുന്നു സന്നിധാനത്ത് നിന്നും. സജീവ്, വലിയ തിരക്കുള്ള ഒരു മണ്ഡലകാലം, 2.5 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്പോൾ മരക്കൂട്ടം കഴിഞ്ഞിരിക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര, അല്ലെ? അശ്വതി, മരക്കൂട്ടം കഴിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയോട് അടുക്കുകയാണ്. ശരംകുത്തിയിലാണ് ദേവസ്വത്തിന്റെ പ്രതിനിധികൾ ഇവിടെ സ്വീകരിക്കുന്നത്. ഘോഷയാത്രയെ സ്വീകരിച്ച് ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഘോഷയാത്രയെ കൊണ്ടുവരും. തിരുവാഭരണം നയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഒടുവിൽ ശരംകുത്തിയിൽ അവസാനത്തെ സ്വീകരണത്തിനായി എത്തുന്നത്. ഇത് കഴിഞ്ഞാൽ സന്നിധാനത്ത് എത്തിച്ചേരും. 18-ാം പടി വഴി 6:20 സന്നിധാനത്ത് എത്തി ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. സർവാഭരണ ഭൂഷിതനായ അയ്യപ്പനെ അണിയിച്ചൊരുക്കിയ ശേഷം 6:30 ദീപാരാധന നടക്കുക. അതിന് തൊട്ട് പിന്നാലെ ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ദൃശ്യം, പുണ്യദർശനം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് സന്നിധാനത്ത് ഉള്ളത്. 2.5 ലക്ഷം പേർ ഇപ്പോൾ സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിലായി, ശബരിമലയുടെ വിവിധ മേഖലകളിലായി വിവിധ വ്യൂ പോയിന്റുകളിൽ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിവിധ ഭാഗങ്ങളിൽ പുല്ലുമേട് അടക്കമുള്ള വ്യൂ പോയിന്റുകളുണ്ട്. എല്ലാ വ്യൂ പോയിന്റുകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് തന്നെ തിരുമുറ്റത്ത് ഒട്ടേറെ പേർ ഉണ്ട്. ഒപ്പം തന്നെ ഇതിന് താഴെ, അതായത് ആലിനോട് ചേർന്നും ആഴിക്ക് അടുത്തുമൊക്കെയായി നേരത്തെ വന്ന് കാത്തിരിക്കുന്ന ജനസഹസ്രങ്ങളുണ്ട്. ഈ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്ന അനേകായിരങ്ങൾ ഉണ്ട്. അവർക്ക് തന്നെ ഇപ്പോൾ ഇത്തിരി മഴക്കോളുണ്ട്, ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ട്. അതേസമയം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം സാധ്യമാകുന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകർ എല്ലാവരും തന്നെ. ഒട്ടേറെ പേർ ഇനിയും സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരെ 5 മണിക്ക് ശേഷം അവിടെ നിന്ന് കടത്തിവിടും, പമ്പയിൽ നിന്ന് കടത്തിവിടും. നേരത്തെ 12 മണി മുതൽ പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് തടഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട രീതിയിൽ ക്രമീകരണം സാധ്യമാകില്ല. അതിനാൽ ഇവിടെയെല്ലാം, അതായത്
എല്ലാം ചെയ്ത് ശുദ്ധിക്രിയകളെല്ലാം ചെയ്ത് ഇവിടെയെല്ലാം കഴുകി വൃത്തിയാക്കുന്ന അടക്കമുള്ള ജോലികളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂർത്തിയായ ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനായി സന്നിധാനത്തു നിന്ന് പ്രതിനിധികൾ അവിടേക്ക് ചെന്നിരിക്കുന്നത്. മരക്കൂട്ടത്തു നിന്ന് ഇപ്പോൾ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ആനയിച്ച് സന്നിധാനത്ത് എത്തിക്കും. പിന്നീട് അടുത്ത 17-ാം തീയതി വരെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാനുള്ള അവസരമുണ്ടാകും. ഇന്ന് 10,000-കണക്കിന് ആളുകൾ ആ ദർശന പുണ്യം സാധിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ശരി, സജി സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇപ്പോൾ